ഇന്നത്തെ റെസിപ്പി സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് നമ്മൾ കുറച്ച് സോയാബീൻ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 3 മുട്ട, കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുതിർത്തെടുത്ത സോയാബീൻ മിക്സിയിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സോയാബീൻ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ സോയാബീൻ പൊടിച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് നമ്മൾ ആ ഒരു അടപ്പങ്ങ് എടുക്കുകയാണേ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്നും കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇനിയൊന്ന് മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത മുട്ടയാണ് കേട്ടോ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ചിക്കി പൊരിച്ചും കൂടി അങ്ങ് എടുക്കുകയാണ്. ഇത് സോയാബീൻ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. ഓക്കെ, അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം ഒന്ന് ചിക്കി പൊരിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് മൊത്തത്തിൽ എല്ലാം ഒന്ന് ഒരുമിച്ച് ഒന്ന് റെഡിയാവുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ആ ഒരു ഈർപ്പമെല്ലാം അങ്ങ് പോയിട്ട് നല്ല രീതിയിലങ്ങ് ഡ്രൈ ആയി വരുവേ. ഓക്കെ, അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലേവറിന് വേണ്ടി കുറച്ചും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ കൂടാതെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കേ.